ചെമ്പുമാല കാണിച്ച് സ്വർണമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ മൈസൂർ സ്വദേശികൾ കാസർഗോഡ് പിടിയിൽ. ശ്രീരംഗപട്ടണം സ്വദേശികളായ ധർമ്മ, ശ്യാംലാൽ എന്നിവരാണ് പിടിയിലായത്. തെരുവ് കച്ചവടത്തിലാണ് പ്രതികൾ. കേരളത്തിലെത്തിയ അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചെയ്ത. അരുൺ, എങ്ങനെയായിരുന്നു മോഷണ ശ്രമം? എന്താണ് വിശദാംശങ്ങൾ? സുഹൈലെ, തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിലുടനീളം സജീവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആലുവ, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ 3 കേസുകളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2 പേരെ, ഈ മൈസൂർ ശ്രീരംഗപട്ടണം സ്വദേശികളായ ശ്യാംലാൽ, ധർമ്മ എന്നിങ്ങനെ രണ്ട് പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് പുറകുവശത്താണ് ഇവർ താമസിച്ചിരുന്നത്. തെരുവ് കച്ചവടത്തിനെന്ന വ്യാജേനയാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഈ തെരുവ് കച്ചവടത്തിനിടയിൽ 3 കിലോയോളം തൂക്കമുള്ള 2 സ്വർണ്ണമാലകളുമായി ഇവർ കാഞ്ഞങ്ങാട് പച്ചക്കറി വ്യാപാരം നടത്തുന്ന കരിന്തളം സ്വദേശിയായ രഞ്ജി രാജിൻ്റെ അടുക്കലെത്തുന്നു. തുടർന്ന് ഇത് സ്വർണ്ണമാണ്, ഇത് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഇത് നിങ്ങൾ വാങ്ങിയാൽ 15 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഈ പച്ചക്കറി കടക്കാരൻ ഇതിൽ നിന്ന് 2 തരി ഈ മാലയിൽ നിന്ന് 2 തരി എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി ജ്വല്ലറിയിലെത്തി അത് സ്വർണ്ണമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് പോലീസ് ഈ കാര്യം അന്വേഷിക്കുന്നത്. ആ 2 തരി മാത്രമാണ് സ്വർണ്ണമുള്ളൂ. ബാക്കി മുഴുവൻ, ഈ 3.5 കിലോയോളം തൂക്കമുള്ള ആ മാലയിൽ ബാക്കി മുഴുവൻ ചെമ്പാണ്. ഇങ്ങനെ വ്യാപകമായ തട്ടിപ്പ് കേരളത്തിലുടനീളം നടക്കുന്നു എന്നുള്ളതാണ്. മൈസൂരിൽ നിന്ന് ഇവർ വിവിധ സംഘങ്ങളായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ആലുവ, തൃശൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 5ഓളം ആളുകളെ പോലീസ് കേരളത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് പുറകുവശത്ത് നിന്ന് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ ഭാര്യമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അവരെ പ്രിവന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഈ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കെട്ടുകണക്കിന് സ്വർണ്ണ നൂലുകൾ കൊണ്ടുവന്ന് 2 എണ്ണം മാത്രമായിരിക്കും യഥാർത്ഥ സ്വർണം, ബാക്കിയും സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.